ശബരിമലയിലെ വരുമാനമെടുത്ത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് കഴിഞ്ഞ 10 വർഷം അഭിമാനം കൊണ്ടിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ഉളുപ്പുമില്ലാതെയാണ് ഇവർ മറ്റാർക്ക് വേണ്ടി കോടികൾ ചിലവിട്ട് അയ്യപ്പ സംഗമം നടത്തിയത്. അതിന് മെനക്കെട്ടാന്റെ 1% ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ അന്യാധീനപ്പെട്ടതും മറ്റ് മാഫിയകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നതുമായ ദേവസ്വം വക കോടികളുടെ ആസ്തികൾ തിരിച്ചു പിടിക്കാമായിരുന്നു. ചെയ്യില്ല. ശബരിമലയിലെ ഭരണം പോലും നേരെ ചൊവ്വയിൽ നടത്താൻ മെനക്കെടാത്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അവരിൽ നിന്നും ഇതിനപ്പുറവും തൽക്കാലം ഒന്നും പ്രതീക്ഷിക്കില്ല. ആദ്യമേ പറയാനുള്ളത്, ഹിന്ദു MLA-മാർക്ക് അല്ല ബോർഡിന്റെ ഭരണം വിട്ടുകൊടുക്കേണ്ടത്, ഹൈന്ദവ വിശ്വാസികൾക്ക് തന്നെയാണ്. അവരാണ് ക്ഷേത്രങ്ങൾ പരിപാലിക്കേണ്ടത്. അതാകുമ്പോൾ ഒരല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടാകും, അത് ഉറപ്പാണ്. ഇവിടെ കേരളത്തിന് പുറത്തുള്ള ഒരാസ്തി മിണ്ടാതിരുന്നതിന്റെ പേരിൽ കൈവിട്ടു പോകുന്ന ഗതികേടിനെ പറ്റിയാണ് പറയാനുള്ളത്. ക്ഷേത്ര നഗരമായ വാരണാസിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശേഷിക്കുന്ന ഒരു കെട്ടിട നിയമക്കുരുക്കിൽ ചുറ്റുപാട് കോടിക്കണക്കിന് വിലയുള്ള ഏക്കർ കണക്കിന് ഭൂമി വസ്തുവാണ് വർഷങ്ങൾക്ക് മുമ്പേ അന്വേഷിക്കപ്പെട്ടത്. ബാക്കിയുള്ള കെട്ടിടവും സ്ഥലവും നാമമാത്രമാണെങ്കിലും അത് വീണ്ടെടുക്കാനുള്ള ശ്രമം അത് ഒരു വിഭാഗം ജീവനക്കാർ അത് തുടരുകയായിരുന്നു. അപ്പോഴാണ് അവിടെ താമസിച്ചിരിക്കുന്നവരുമായി ഇതാ നിയമവ്യവഹാരം ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആകെയുള്ളത് വെറും 10 സെന്റ് സ്ഥലവും അതിലുൾപ്പെടുന്ന കെട്ടിടവുമാണ്. അതിന്റെ ആധാരം ദേവസ്വം ബോർഡിന്റെ കയ്യിൽ, പക്ഷേ ഉടമസ്ഥാവകാശം മറ്റുള്ളവരുടെ കയ്യിൽ. ഇതിന് മാത്രം 25 കോടി രൂപയുടെ മൂല്യമുണ്ട്. ഈ കെട്ടിടം നവീകരിക്കുന്നതിനൊടുവിൽ ഹൈക്കോടതി ഇടപെട്ടു. അങ്ങനെ 2 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി, ദേവസ്വം ബജറ്റിൽ വകയിരുത്തി എസ്റ്റിമേറ്റ് പ്ലാൻ തയ്യാറാക്കി. പക്ഷേ കേസ് അങ്ങ് കോടതിയിലാണ്. രാജഭരണകാലത്ത് തിരുവിതാംകൂർ രാജകുടുംബം സ്ഥാപിച്ചതാണ് ഈ സത്രം എന്നാണ് പഴമക്കാർ പറയുന്നത്. ഗംഗാതീരത്ത് ചൗക്കിഘട്ടിനും കേദാർഘട്ടിനും ഇടയ്ക്കുള്ള സൊറാപൂരിലെ വീതി കുറഞ്ഞ തെരുവിലാണ് ഈ തലയെടുപ്പുള്ള സത്രം. ധർമ്മശാല എന്നറിയപ്പെടുന്ന കെട്ടിടത്തിന്റെ ഒരു ഭാഗത്ത് ഡോർമെറ്ററി സൗകര്യമുണ്ട്. കെട്ടിടങ്ങളിൽ ട്രാവൻകൂർ സത്രം, ധർമ്മശാല എന്നിങ്ങനെ ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 100 കോടിയിൽ പരം രൂപയുടെ വസ്തുക്കളാണ് ഇങ്ങനെ വാരണാസിയിൽ ബോർഡിന്റെ കയ്യിൽ നിന്നും അന്യാധീനപ്പെട്ടു പോയത്. കാലാകാലങ്ങളായി ബോർഡ് ഭരിച്ചവരുടെ അനാസ്ഥ കാരണം ഉള്ളതെല്ലാം ഉത്തരേന്ത്യക്കാർ അടിച്ചുകൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനായി വിശ്വാസികൾക്ക് കഴിഞ്ഞുള്ളൂ. ഇനിയുള്ളത് വെറും 10 സെന്റും അവശേഷിക്കുന്ന കെട്ടിടവും. അതിന് വിലയിട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡ് 25 കോടി രൂപ. പക്ഷേ അതുകൂടി മറ്റുള്ള തട്ടിയെടുത്താലും ബോർഡ് അനങ്ങില്ല. കാരണം അവർക്ക് വലുത് അരണയിലെ നെയ്യിന്റെ അളവും ശർക്കരയുടെ തൂക്കവും ഒക്കെയാണ്. ശബരിമലയിലെ വരുമാനമെടുത്ത് മറ്റുള്ളവർ കൊടുക്കുന്നതെന്ന് പറയുന്നവർ ഇപ്പോഴിതാ ഈ 25 കോടി രൂപയുടെ സ്വത്തെങ്കിലും ആ സ്വത്തെങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് വിശ്വാസികൾ ആശങ്കപ്പെടുന്നു. ബോർഡ് ചെയ്യില്ല. കാരണം നിയമവ്യവഹാരമാണ്. വാരണാസിയിൽ പോയി കേസ് നടത്തണം. ബോർഡ് വക അഭിഭാഷകരുണ്ട്. പക്ഷേ അവർ പറയുന്നത് ഭാരിച്ച ചിലവാകും എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇതും മറ്റ് ഏക്കർ കണക്കിന് സ്ഥലം ഈ വാരണാസിയിലെ സത്രത്തിൽ മറ്റുള്ളവർ തട്ടിയെടുത്തുകൊണ്ട് പോയതുപോലെ അത് പോകട്ടെ എന്നാണ്. ഒന്നും മിണ്ടാതിരുന്നാൽ ആരുമൊന്നും അറിയില്ല എന്നാണ് വിചാരമെങ്കിൽ ഇത് നാടുമൊത്തം അറിഞ്ഞു കഴിഞ്ഞു. ഇതാ ശബരിമലയിലെ മറ്റൊരു ക്രമക്കേട് പറഞ്ഞുതരാം. ക്ഷേത്രത്തിലേക്ക് നെയ്യ് വാങ്ങുന്നതിൽ വീണ്ടും ക്രമക്കേട്. മിൽമ നൽകിയ നെയ്യ് അത് മറിച്ചു വിൽക്കുകയും പകരം തമിഴ്നാട്ടിൽ നിന്നുള്ള വില കുറഞ്ഞ നെയ്യ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയതാണ് ഇപ്പോൾ ഹൈക്കോടതിക്ക് വിവരം ലഭിച്ചിരിക്കുന്നത്. ലിറ്ററിന് 540 രൂപ നിരക്കിൽ 2 ലക്ഷം ലിറ്റർ നെയ്യ് വാങ്ങാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മിൽമയുടെ തിരുവനന്തപുരം യൂണിയനുമായി ധാരണയിലെത്തിയത്. ഇതിൽ 1.5 ലക്ഷം ലിറ്റർ നെയ്യാണ് നവംബറിനും ജനുവരിക്കും ഇടയിൽ മിൽമ കൈമാറിയത്. മിൽമയുടെ 1 ലിറ്റർ നെയ്യിന് 720 രൂപയാണ് വിപണിയിലെ വില. തമിഴ്നാട്ടിൽ നിന്നോ ലിറ്ററിന് 350 രൂപ. അത് നല്ല ബെസ്റ്റ് നെയ്യാണ്. എന്തായാലും മിൽമയുടെ നെയ്യ് വാങ്ങാനായി കരാറെടുത്തിട്ട് ആ നെയ്യ് മിൽമയിൽ നിന്നും വാങ്ങി അത് മറിച്ചു വിൽക്കുകയും പകരം തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വാഹനങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിയ നെയ്യ് ശബരിമലയിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നത്. വ്യക്തമായ തെളിവുകളോടെയാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച പരാതിയും പോയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ദേവസ്വം വക അന്യ സംസ്ഥാനങ്ങളിലെ വാരണാസിയടക്കം ഭൂമികൾ അന്യാധീനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അത് ലക്ഷങ്ങളുടെ ഭൂമിയല്ല, കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണ്. അത് ദേവസ്വം ബോർഡിന്റെ കോടികൾ, ബോർഡിന് ലഭിക്കേണ്ട കോടികളല്ല, കേരളത്തിലെ വിശ്വാസികൾക്ക് ലഭിക്കേണ്ട കോടികളാണ്. കാരണം വിശ്വാസികൾക്ക് ലഭിക്കേണ്ട ആസ്തിയാണത്. കാരണം കേരളത്തിലെ വിശ്വാസികൾ അവരുടെ കാണിക്ക, അവരുടെ പണ്ട് കാലത്തെ വിശ്വാസികൾ നൽകിയ, ക്ഷേത്രങ്ങൾക്ക് നൽകിയ സംഭാവന, ഇതെല്ലാം കൂടി എടുത്ത് തിരുവിതാംകൂർ ദേവസ്വം അടക്കം വാങ്ങിക്കൂട്ടിയ, നമ്മുടെ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൂട്ടിയ ചില ആസ്തികളാണ്.
അതിൽ ഈ വാരണാസിയിലെ സത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടായിരുന്നത്. അത് നോക്കാനോ പരിപാലിക്കാനോ ഒന്നും ആരുമില്ലാതെ വർഷങ്ങളായി അതിന്റെ ഭൂരിഭാഗം സ്ഥലവും കെട്ടിടങ്ങളും ഒക്കെ മറ്റുള്ളവർ കയ്യേറി അവരുടെ പേരിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇനി ഒന്നും ചെയ്യാനായില്ല. അപ്പോഴാണ് ഈ വെറും 10 സെന്റ് സ്ഥലവും അവശേഷിക്കുന്ന ഒരു കെട്ടിടവും അതിനും ഇപ്പോൾ നിയമക്കുരുക്കിലേക്ക് നീങ്ങിയിരിക്കുന്നു. എങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ബോർഡിന് ഇപ്പോഴും താല്പര്യം അരുണയിലെ നെയ്യിന്റെ അളവ്, നെയ്യിന്റെ കരാറ് മറിച്ചടിക്കുക, ശർക്കരയിലെ ചാക്കിന്റെ എണ്ണം, ഏലക്ക, ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതാണ് പറഞ്ഞത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി. അത് വെറും ഹിന്ദു MLA-മാരായ പോരാ, ഹിന്ദു പ്രതിനിധികൾ മാത്രം പോരാ. എന്താണ് വേണ്ടത്? ഹിന്ദു MLA-മാർ വോട്ടിട്ട് ജയിപ്പിക്കുന്ന ആ പ്രതിനിധികളല്ല അവിടെ വേണ്ടത്. അവിടെ വേണ്ടത് വിശ്വാസികൾ തന്നെയാണ്, ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ് വേണ്ടത്.